എങ്ങനെയെങ്കിലും CPM-നെ പരാജയപ്പെടുത്തുക എന്നത് മണ്ണൂരിലെ രാഷ്ട്രീയ കക്ഷിയുടെ അജണ്ട ആയിരുന്നു എന്നും ഒരു ചുവന്ന കൊടി കയ്യിൽ പിടിച്ച ചിലരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് LDF മണ്ണൂരിൽ സംഘടിപ്പിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തോൽപ്പിക്കാൻ എല്ലാ പ്രതിലോമ ശക്തികളും ജനാധിപത്യ വിരുദ്ധരും ജനവിരുദ്ധരുമായിട്ടുള്ളവർ ഒത്തുചേരുക എന്നതിൻ്റെ ഒരു മാതൃക എവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാമത്തെ മാതൃകയാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. എങ്ങനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ CPIM-നെ തോൽപ്പിക്കുക, ഇതാണ് അജണ്ട. ഇതിനപ്പുറം മറ്റൊന്നില്ല. ഒരു ജനാധിപത്യ വേദിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനും ജനങ്ങൾക്ക് വേണ്ടി സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ളതാണല്ലോ. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയെ എത്രമാത്രം തകർക്കാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളിവിടെ കണ്ടത്. ആ പരിശ്രമത്തിൽ നേതൃസ്ഥാനത്താരായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് ഇവരുടെ വാദം. CPM-നെ പരാജയപ്പെടുത്താൻ എല്ലാ വാർഡുകളിലും കോൺഗ്രസ് BJP-യുമായി കൂട്ടുകൂടിയെന്നും സുരേഷ് പറഞ്ഞു. CPI-യുടെ പേരെടുത്ത് പറയാതെയാണ് രൂക്ഷമായി വിമർശിച്ചത്. അവർ സ്വയം പിരിഞ്ഞുപോയി അവർ സഹായിച്ച പാർട്ടികളിൽ ചേരുകയാണ് ഉചിതമെന്നും CPM-നെ പരാജയപ്പെടുത്താനുള്ള ശ്രമം ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞെന്നും സുരേഷ് തുറന്നടിച്ചു. CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. വിജയിച്ച ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് ജനപ്രതിനിധികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഷാളിട്ട് സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, SJN നജീബ്, V മോഹനൻ, P സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു.